പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കാർ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത്. മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളായ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ മത്തായി, നിഖിലിന്റെ ഭാര്യ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് തൊട്ടുമുമ്പ് നിഖിൽ മത്തായി ഈപ്പനും കുടുംബവും കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ശ്രീകുമാറിനൊപ്പം തന്നെ അപകടം നടന്ന മുറിഞ്ഞകല്ലിൽ നിന്ന് അരുൺരാജ് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺരാജിലേക്കാണ്. അരുൺരാജ്, ഈ വളരെ വേദനാജനകമായ സംഭവമാണ്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നില. അതിൽ തന്നെ ഒരു നവദമ്പതികൾ മലേഷ്യയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി മടങ്ങി വന്നവരെ കൂട്ടാൻ പോയ കുടുംബമാണ്. അവർക്കാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നൊക്കെ വളരെ വേദനാജനകമായ കാഴ്ചകൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടു. എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഒരു പ്രാഥമിക പരിശോധന എന്നുള്ള നിലയിൽ MVDയുടെയും പോലീസിൻ്റെയും ഒക്കെ പരിശോധന വാഹനങ്ങളിൽ നടന്നതായി മനസ്സിലാക്കുന്നു. എന്താണ് പുതുതായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ, അരുൺരാജ്? റിജിത്ത്, ഈ സ്ഥലം, ഇത് മുറിഞ്ഞകല്ല് എന്നുള്ള സ്ഥലം, അതായത് കൂടൽ മുതൽ ഏകദേശം ഈ അടൂരിലേക്കുള്ള ഈ പാത, അത് നിരന്തരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യം, അതായത് അപകടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമുള്ള CCTV ദൃശ്യമാണ്. 4 മണി 7 മിനിറ്റിനാണ് ഈ നിഖിലും അനുവും അടങ്ങുന്ന കുടുംബം, അവരുടെ കുടുംബം ഈ വാഹനത്തിൽ ഈ റോഡ് പാസ് ചെയ്ത് പോകുന്നത്. തൊട്ട് പിന്നാലെയാണ് 4:08 അപകടം ഉണ്ടാകുന്നത്. ഈ വാഹനം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. റോഡിന് ഏതാണ്ട് മധ്യഭാഗത്തുകൂടി തന്നെയാണ് ഈ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാരടക്കം പറയുന്നത് തുടർച്ചയായി, ഇതാണ് ഈ ദൃശ്യങ്ങളിലടക്കം കാണാം, പല വാഹനങ്ങളും ഈ ഓവർടേക്ക് ചെയ്ത് ഈ വളവിലൂടെ കടന്നു വരുമ്പോൾ അത് എല്ലാ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും അടക്കം പാലിക്കാതെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് റോഡ് വളരെ മനോഹരമായ റോഡാണ്. സ്വാഭാവികമായും വാഹനത്തിന് വേഗത വർദ്ധിക്കും. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് 2013 വാഹനമാണ്. സ്വാഭാവികമായും ഇതിൽ എയർ ബാഗ് അടക്കം ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിലടക്കം പരിശോധന ഉണ്ടാകും. കാരണം എയർ ബാഗ് ഓപ്പൺ ആയിരുന്നുവെങ്കിൽ ഇവരുടെ അപകടത്തിന്റെ വ്യാപ്തി ഒരുപക്ഷെ ഇതിൽ കുറഞ്ഞേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിനുള്ളിൽ നിന്ന് നവംബർ 30-ന് ഇവരുടെ കല്യാണം നടക്കുന്നതിന് കല്യാണക്കത്തടക്കം കാണാൻ കഴിഞ്ഞു. വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ അപകടം നടന്ന തൊട്ട് സമീപത്തുള്ള സമീപവാസിയാണ്. ഈ സ്ഥലം നിരന്തരമായ അപകട ഏരിയയാണ്. അവിടെ എന്നും, കാരണം നമ്മൾ കിടക്കുമ്പോഴേ നമുക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഈ അപകടം നടന്നു എന്നുള്ള ഒരു അലേർട്ടായിട്ട് നമ്മളാണ് കിടക്കുന്നത്. കാരണം മഴയും കൂടെ ആയ പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ അത് കലഞ്ഞൂർ ഭാഗത്ത് നിന്ന് മുറിഞ്ഞാൽ ഭാഗം വരെ വളരെ റോഡിന്റെ വളരെ, അതായത് അമിത വേഗതയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ റോഡിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനവും അതിൽ എപ്പോഴും അപകടത്തിന്റെ പേടിയാണ്. കാരണം നമ്മളിപ്പോൾ 3-4 മാസം കൊണ്ട് റോഡ് പണി കഴിഞ്ഞ് നിരന്തരം, കാരണം എനിക്ക് കുട്ടികൾ കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് രാത്രിയിൽ പല സൗണ്ട് കേൾക്കുമ്പോഴും ചിലപ്പം ചില നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ അപകടം വളരെ വേദനാജനകമായി നമുക്ക് തോന്നും. റിജിത, ഞാൻ ഈ സഞ്ചരിച്ചു കൊണ്ടുവന്ന വഴി, അത് ഒരു 400 മീറ്റർ സഞ്ചരിച്ചതിനിടയിൽ 4 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത്. അതിൽ 2 മരണം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണെന്ന് നാട്ടുകാർ തന്നെ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ തുടർച്ചയായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം, ഒരു ബ്ലാക്ക് സ്പോട്ടായി എന്തുകൊണ്ട് ഇത് മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം പോലും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും ഈ തെരുവിലെ വിളക്കുകൾ പോലും കത്തുന്നില്ല. വാഹനത്തിൽ അമിത വേഗം പെട്ടെന്ന് കൈവന്നു കഴിഞ്ഞാൽ അപകടത്തിന്റെ സാധ്യത ഏത് നിമിഷവും ഈ റോഡിൽ പതിയിരിക്കുന്നുണ്ട്. എന്തായാലും ദാരുണമെന്ന് പറയേണ്ടി വരും. കാരണം ഇത്ര ഒരു കുടുംബത്തിലെ 4 പേർ, അത് ജീവിതം തുടങ്ങാൻ പോകുന്ന 2 പേർ, അവർ പെട്ടെന്ന് തന്നെ ആ ജീവിതത്തോട് വിട പറഞ്ഞു പോകേണ്ട അവസ്ഥ ആ കുടുംബത്തിന് ഇപ്പോഴും താങ്ങാൻ കഴിയുന്നില്ല. നാട്ടുകാരെ സംബന്ധിച്ചും ഈ ദുഃഖം വല്ലാത്തതാണ്. അരുൺരാജ അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.